بسم الله الرحمن الرحيم. فارتقب يوم تأتي السماء بدخان مبين. ആകാശം തെളിഞ്ഞു കാണാവുന്ന ഒരു പുകയും കൊണ്ടുവരുന്ന ദിവസം നീ പ്രതീക്ഷിച്ചിരിക്കുക. يغشى الناس هذا عذاب أليم. മനുഷ്യരെ അത് പൊതിയുന്നതാണ്. ഇത് വേദനയേറിയ ഒരു ശിക്ഷയായിരിക്കും. ربنا اكشف عنا العذاب إنا مؤمنون. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഈ ശിക്ഷ ഒഴിവാക്കി തരണമേ. തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب زدني علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم فقد قال الله تعالى في القرآن العظيم ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض وآتيناه من كل شيء سببا صدق الله العظيم. روى البخاري عن النبي صلى الله عليه وسلم ويل للعرب من شر قد اقترب فتح اليوم ردم يأجوج ومأجوج وحلق أصابعه أو كما قال عليه الصلاة والسلام. അഭിവന്ദ്യരായ ഉലമാക്കളെ, ബഹുവന്യനായ ഇമാമുമാരായ ഷാജുറുദ്ദീൻ മൗലവി ബാഖവി ഉസ്താദ്, അബ്ദുൽ നാസർ മൗലവി അൽ കൗസരി, പ്രിയപ്പെട്ട യൂസുഫ് സഖാഫി, ബഹുമാനമുള്ള മുഅല്ലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, കാരണവന്മാരെ,
ഉമ്മ പെങ്ങന്മാരെ, കുഞ്ഞനുജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രഭാഷണം ശ്രദ്ധിക്കുന്ന അമുസ്ലിം സഹോദരീ സഹോദരന്മാർക്ക് എൻ്റെ ഹൃദ്യമായ ആശംസകൾ. കരുണാമയനായ അല്ലാഹു ചെറുതും വലുതും കഴിഞ്ഞുപോയതും എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെയും അവൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വഴിപ്പെട്ട് സ്നേഹിച്ച് അനുസരിച്ച് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പോരുവഴി മുസ്ലിം യുവജനവേദി സംഘടിപ്പിച്ച ഇസ്ലാമിക പ്രഭാഷണ പരമ്പരയുടെ 4ാമത്തെ സുദിനമാണിന്ന്. നമ്മുടെ പരിപാടി ഇന്ന് സമാപിക്കുകയാണ്. നിങ്ങളോടിന്ന് സംസാരിക്കുന്ന വിഷയം ഖിയാമത്തിന്റെ വലിയ അടയാളങ്ങൾ, അഷ്റാത്തു സാഅത്തിൽ കുബ്ര. പറയപ്പെടുന്ന വിഷയങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് പാരത്രിക ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവരിൽ സ്വാലിഹീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ വസ്തുക്കൾക്കും ഒരന്ത്യമുണ്ട്. നമുക്ക് മരണമുള്ളതുപോലെ ഈ പ്രപഞ്ചത്തിനും ഒരു മരണമുണ്ട്, നാശമുണ്ട്. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദാത്തൊഴിച്ച് എല്ലാ വസ്തുക്കളും നശിക്കുമെന്ന് ഖുർആൻ. കുല്ലുമൻ അലൈഹ ഫാൻ. ഈ പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളും നശിക്കും. വിശ്വാസപരമായ കാര്യങ്ങളിൽ 5ാമത്തേതാണ് യൗമുൽ ആഖിർ, ലാസ്റ്റ് ഡേ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു, ഈ പ്രപഞ്ചം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ദാരിയാത്തിൽ കാണാം, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ആകാശത്തെ നാം കെട്ടിപ്പൊക്കി നിർമ്മിച്ചു, ബിഐദിൻ, കഴിവുകൊണ്ട്, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട്. വഇന്നാ ലമൂസിഊൻ, നാം ആകാശത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ആകാശം പൊട്ടിക്കീറും, താരപഥങ്ങൾ ഉതിർന്നു വീഴും, സൂര്യന്റെ പ്രഭ കെട്ട് ചുരുട്ടപ്പെടും, ബഹറുകൾ കത്തിക്കപ്പെടും. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഖുർആൻ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് ലോകം അവസാനിക്കുക? അള്ളാഹുവിന് മാത്രമേ അതറിയുകയുള്ളൂ. ഒരു മുഖറബായ മലക്കിനോ ഒരു മുർസലായ നബിക്കോ അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. 5 കാര്യങ്ങൾ അള്ളാഹു മാത്രമേ അറിയുന്നുള്ളൂ. അതിലൊന്ന്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അള്ളാഹുവിന്റെ അടുക്കൽ മാത്രം നിക്ഷിപ്തമാണ്
ലോകാവസാനത്തിന്റെ അറിവ്, ഇൽമുസ്സാഅഹ്, ഖിയാമത്ത് എന്ന് സംഭവിക്കും, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. വിശുദ്ധ ഖുർആൻ വയുനസ്സിലുൽ ഗൈസ്, മഴ എപ്പോൾ വർഷിക്കപ്പെടും അതും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നേ കാലാവസ്ഥാ പ്രവചനം നടത്തുന്നവർക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത് എത്ര മഴ പെയ്യണമെന്ന് പോലും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. മഴയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം, മഴയെ നാം വർഷിക്കുന്നില്ല അറിയപ്പെട്ട നിശ്ചിതമായ അളവിലല്ലാതെ. ഒരു തുള്ളി കൂടുതലോ കുറവോ ഒരു പ്രദേശത്ത് അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ പെയ്യൂല. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഇത് ചുമ്മാ അങ്ങനെ പെയ്യുന്നു എന്നാ, ഒരു ലിമിറ്റും ഇല്ലെന്നാ. പക്ഷേ വിശുദ്ധ ഖുർആനിലൂടെ കടന്നു വന്നപ്പോഴാണ് ഇതൊക്കെ അല്ലാഹു തആല തീരുമാനിക്കപ്പെട്ടതാ. ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റ, അല്ലാഹു എല്ലാ വസ്തുവിനും ഒരു ഖദർ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു അളവ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതെല്ലാം വസ്തുക്കളുണ്ടോ, ഏതെല്ലാം സാമഗ്രികളുണ്ടോ, ഏതെല്ലാം വിഭവങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ സ്റ്റോക്ക്, അതിൻ്റെയൊക്കെ ഖജനാവ് അള്ളാഹുവിന്റെ അടുക്കലാണ്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു, എത്ര വ്യക്തമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. ഒരു വിഭവവുമില്ല, ഒരു വസ്തുവുമില്ല, അതിന്റെ ഖജനാവ് നമ്മുടെ അടുക്കലായിട്ടല്ലാതെ എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു സൂക്ഷിച്ചിരിക്കുക. മൂന്നാമത്തത് വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ളത് അറിയുന്നവൻ അവൻ മാത്രമാണ്. പരിമിതമായ അറിവ് ശാസ്ത്രത്തിനുണ്ട്. സ്കാനിങ്ങിലൂടെ ഒരു പക്ഷേ 4 മാസം കഴിയുമ്പോൾ ലിംഗനിർണയം നടത്താം. അതും അവ്യക്തമാണ്, പൂർണ്ണമല്ല. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടിച്ചേർന്ന് സിക്താണ്ഡം, നുത്ഫത്ത്, അംഷാജ്, ഇതിൽ നിന്നാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. നുത്ഫത്ത്, അംഷാജ്, സിക്താണ്ഡം, സൈഗോട്ട് എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചു. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു രക്തക്കട്ടയിൽ നിന്ന്. ഒട്ടിപ്പിടിക്കുന്ന വസ്തു എന്നും അതിന് അർത്ഥമുണ്ട്. അലഖ, അള്ളിപ്പിടിക്കുക, ഒട്ടിപ്പിടിക്കുക, രക്തക്കട്ട. ഞങ്ങളൊക്കെ കൗസരിയിൽ ഓതുമ്പോ അലക്കിന് ഉസ്താദ് അർത്ഥം പറഞ്ഞു തന്നത് രക്തക്കട്ട എന്നാണ്. അപ്പൊ ചോദിച്ചു എന്ത് രക്തക്കട്ടയാണ്? ഇപ്പൊ അത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു ഉസ്താദ്. അന്നത്തെ മനസ്സിലാവൂ. ഈ അലക്ക് എന്താണെന്ന് ഡോക്ടർ മോറിസ് ബുക്കായി, ഫ്രഞ്ച് ചിന്തകനാണ്, ഖുർആൻ പഠിച്ച് ഇസ്ലാമിലേക്ക് വന്ന ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്, ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞു 7-ാം നൂറ്റാണ്ടിൽ അലക്ക് എന്ന് പറഞ്ഞ ഖുർആൻ, ആ ആശയം ലോകത്തിന് മനസ്സിലായത് 20-ാം നൂറ്റാണ്ടില, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്താ. ബീജവും അണ്ടവും ഒന്നിച്ച് യൂട്രസിന്റെ വലത് ഇടത് 2 ട്യൂബുകളുണ്ട്, ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയും. അതിലൂടെ സഞ്ചരിച്ച് 7 ദിവസം കൊണ്ട് യൂട്രസിന്റെ ഗർഭാശയത്തിന്റെ മുകളിൽ വന്ന് ഗർഭാശയ ഭിത്തിയിൽ വന്ന് ഇവൻ കടിച്ച് തൂങ്ങിക്കിടക്കും. അലക്ക് 7 ദിവസം കൊണ്ട് ഈ സിക്താണ്ഡം, സൈഗോട്ട്, നുത്ഫയുടെ കളർ ചുവന്ന മൾബറി പഴത്തിന്റെ രൂപമായിരിക്കും. രണ്ടും ഫിറ്റാണ്. രക്തക്കട്ട, ഒട്ടിപ്പിടിക്കുന്നത് രണ്ടും ഫിറ്റാണ്. മൾബറി പഴം കണ്ടിട്ടില്ലേ? പട്ടുനൂൽ പുഴു അള്ളാഹു സൃഷ്ടിച്ച നിസ്സാര ജീവിയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഇൻസെക്ട്, തേനീച്ചയുടെ ധർമ്മം. പുഴുവാണ്. ആ ഒരു പുഴു സമൂഹത്തിന് പട്ടുനൂല് കൊടുത്ത് തന്റെ ദേഹത്തിൽ അത് ചുറ്റി അകത്തിരുന്ന് ആത്മാഹുതി ചെയ്യുകയാണ് ഈ പുഴു, പട്ടുനൂൽ പുഴു.
ഈ പട്ടുനൂൽ പുഴു വളരണമെങ്കിൽ മൾബറി ഇല കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ബാംഗ്ലൂർ സബീൽ റഷാദിൽ ഓതുമ്പോൾ 10 ദിവസം ജമാഅത്തിൽ പോയി. അപ്പോ അവിടെ എല്ലാം പട്ടുനൂല് വളർത്തുകയാ. എല്ലാ വീടുകളിലും മുറം കൊണ്ട് പരപ്പ് കൊണ്ടുണ്ടാക്കിയ റൗണ്ട്, അതിൽ ചെറിയ പുഴുക്കളെ ഇട്ട് മൾബറിയുടെ ഇല കട്ട് ചെയ്ത് മുറിച്ചിട്ട് വളർത്തുകയാണ്. എന്നിട്ടിങ്ങനെ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ആ ഭാഗങ്ങളിലൊക്കെ കൃഷി. ഈ മൾബറി പഴത്തിന്റെ വലിപ്പവും ചുവപ്പുമുള്ള ഒരു വസ്തുവാണ് ഈ അണ്ഡം 7 ദിവസം ആകുമ്പോൾ മാതാവിന്റെ ഗർഭാശയ ഭിത്തിയിൽ. ഞാനെന്താ പറഞ്ഞു വന്നത്? വയഅലമു, അവൻ അറിയുന്നു. മാ, എന്താണ് ഈ മാ? അല്ലതി മൗസൂലയാണ്. ചില ആളുകൾ ഇവിടെ ഓതി അർത്ഥം പറയാറുണ്ട്, ആണോ പെണ്ണോ എന്ന് അവൻ അറിയുന്നു. തെറ്റല്ലേ ഉസ്താദേ അർത്ഥം? അല്ലേ? ബീജവും അണ്ഡവും യോജിച്ച് ഫെലോപ്പിയൻ ട്യൂബിലൂടെ 7 ദിവസം കൊണ്ട് യൂട്രസിലെത്തി അവിടെ കിടന്ന് കടിച്ച് ആ ഭ്രൂണം വളരുന്ന 9 മാസം. മൊത്തത്തിൽ ഈ അവസ്ഥ, ഭ്രൂണാവസ്ഥ അറിയുന്നവൻ അള്ളാഹുവാണ്. പരിമിതമായ അറിവ് അള്ളാഹു സൃഷ്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് സ്കാനിങ്ങിലൂടെ. ചിലപ്പോൾ സ്കാനിങ് റിപ്പോർട്ടും തെറ്റും. ഈയിടെ പറഞ്ഞു കുട്ടി ടിൻസ് ആണെന്ന് പറഞ്ഞു. ആദ്യം ഒരു കുഞ്ഞു വന്നു, പിന്നെ ഒരു കുഞ്ഞു വന്നു, കുറച്ചു കഴിഞ്ഞപ്പോൾ തീർന്നെന്ന് വിചാരിച്ചു ഒന്നും കൂടി വന്നു. ഒരു സ്കാനിങ്ങിലും കുഞ്ഞ് 3 ആണെന്ന് ആരും കണ്ടെത്തിയില്ല. അപ്പൊ സ്കാനിങ് റിപ്പോർട്ടും തെറ്റാൻ മേലെ. 3 വയഅലമു മാഫിൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ളത്, ആ നവജാത ശിശുവിന്റെ അവസ്ഥ എല്ലാം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, ഒരു ശരീരത്തിനും അറിയില്ല നാളെ എന്ത് സമ്പാദിക്കും, നാളെ എന്ത് നേടുമെന്ന്. ഗദ, അടുത്ത നിമിഷത്തിന് ഗദ എന്ന് പറയും. അടുത്ത നിമിഷം എന്തു സംഭവിക്കുന്നു ഒരാൾക്കും അറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയൂ. വമാ തദ്രി നഫ്സുൻ ബിഐ അർളിൻ തമൂത്, ഒരു ശരീരത്തിനും അറിയില്ല ഏത് മണ്ണിൽ വെച്ച് മരിക്കുമെന്ന്, ഏത് ഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. 5, ഇങ്ങനെ 5 കാര്യങ്ങൾക്കും മഫാത്തിഹുൽ ഗൈബ്, നിഗൂഢതയുടെ താക്കോൽ എന്നാണ് പറയപ്പെടുന്നത്. അതിലൊന്ന് ലോകാവസാനം, അന്ത്യനാഴിക. ഈ പ്രപഞ്ചത്തിനൊരു അന്ത്യമുണ്ട്. നോക്കൂ, അനന്തമായ ആകാശത്തിലേക്ക് സോളാർ സിസ്റ്റം, നമ്മുടെ സൂര്യനാണ് ഇടത്തരം നക്ഷത്രമാണത്. അതിന്റെ ചുറ്റിലും ഓർബിറ്റ്, ഭ്രമണപഥത്തിലൂടെ നീന്തിത്തുടിക്കുന്ന നവഗ്രഹങ്ങൾ അല്ലെങ്കിൽ 8 ഗ്രഹങ്ങൾ. ഈ അടുത്ത കാലത്ത് ഒരു ഗ്രഹത്തെ അടിച്ച് പുറത്താക്കി ശാസ്ത്രജ്ഞന്മാർ. ഏത് ഗ്രഹമാണ് അത്? പ്ലൂട്ടോയോ? ഇപ്പൊ 8 ഉള്ളെന്നാ പറയുന്നത്. ഖുർആൻ അനുസരിച്ച് 11 വേണമെന്നാ. ഇനി റഅയ്തു അഹദ അശറ കൗകബൻ സൂറത്ത് യൂസുഫിൽ ഒരു സൂചനയുണ്ടല്ലോ ഉസ്താദേ. നോക്കാം, ശാസ്ത്രം അങ്ങോട്ട് വരുമെന്ന് നോക്കാം. ഖുർആൻ തിരുത്തപ്പെടുന്ന ഗ്രന്ഥമല്ല. ഖുർആൻ പറഞ്ഞ സ്ഥലത്തേക്ക് ശാസ്ത്രം വരണം. ശാസ്ത്രം പറഞ്ഞ സ്ഥലത്തേക്ക് ഖുർആൻ പോവില്ല. സോളാർ സിസ്റ്റം, അൽ മജ്മുഅത്തു ശംസിയ, സൗരയൂഥം. ഈ സൗരയൂഥം കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി. ആ ഗാലക്സിയിലെ ഒരു സാധാരണ നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ചുരുങ്ങിയത് 10,000 കോടി നക്ഷത്രമെങ്കിലും ഈ മിൽക്കി വേ ഗാലക്സിയിലുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് ഗാലക്സികൾ അള്ളാഹു പടച്ചു വെച്ചിരിക്കുന്നു. ഓരോ ഗാലക്സിയിലും കോടിക്കണക്കിന് സൂര്യന്മാർ, നക്ഷത്രങ്ങൾ. അവകൾക്കും ഇതുപോലെ ഉപഗ്രഹങ്ങൾ ഉണ്ടാവാം, ഗ്രഹങ്ങളുണ്ടാവാം, ആസ്ട്രോയിഡുകൾ ഉണ്ടാവാം, ഉൽക്കകൾ ഉണ്ടാവാം. എല്ലാം പ്രകാശവർഷങ്ങൾ അകലത്തിൽ നിന്നുകൊണ്ടാണ് അത് കറങ്ങുന്നത്. വകുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ, എല്ലാം ആകാശഗോളങ്ങൾ അതിന്റെ ഓർബിറ്റിൽ നീന്തി തുടിക്കുകയാണ്, ഒരുതരം സ്വിമ്മിംഗ് മോഷനിൽ. യസ്ബഹൂൻ, ജീവനുള്ളയാള് വെള്ളത്തിലൂടെ നീന്തുന്നതിനാണ് സബഹ എന്ന് പറയുന്നത്. യസ്ബഹൂൻ, ആകാശഗോളങ്ങൾ പൊങ്ങിയും താന്നും നീന്തി തുടിക്കുകയാണ് ഓർബിറ്റിലൂടെ, ഭ്രമണപഥത്തിലൂടെ. മുസ്ലിയാരെ ഇതൊക്കെ ഖുർആനിലുണ്ടോ?
എല്ലാം ഖുർആനിലുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെല്ലാം ഉണ്ട്. ഖുർആനും ശാസ്ത്രവും പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. എനിക്കൊരു നിർബന്ധമുണ്ട്, വിഷയത്തിൽ നിന്ന് സംസാരിക്കണം. ഈ ആകാശഗോളങ്ങൾ ഉൾപ്പെടെയുള്ള പ്രപഞ്ചം, ഞാൻ പറഞ്ഞു മിൽക്കി വേ ഗാലക്സി പോലുള്ള ഒരുപാട് ഗാലക്സികൾ ശാസ്ത്രം ഇന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ടെലസ്കോപ്പുകളിലൂടെ. ആരും ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പവും വീതിയും അളന്നിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല. അള്ളാഹു പറയുകയാണ്, നീ 2 വട്ടം കണ്ണ് തുറന്നു നോക്ക്, നിന്റെ കണ്ണ് തളർന്ന് ക്ഷീണിച്ചു മടങ്ങും. സൂറത്തു തബാറക, സൂറത്തുൽ മുൽക്കിൽ കാണാം അല്ലെ, സുമ്മർജിഇൽ ബസറ കറതൈൻ യൻഖലിബ് ഇലൈകൽ ബസറു ഖാസിഅ വഹുവ ഹസീർ. അത് തളർന്നിട്ടുണ്ടാകും. നേരെ തുറന്നു നോക്ക്, ടെലസ്കോപ്പ് വെച്ച് നോക്ക്. ശക്തിയേറിയ ടെലസ്കോപ്പുകളിലൂടെ നോക്കിയാലും പ്രപഞ്ചം നോക്കി തീർക്കാൻ കഴിയില്ല. ഈ പ്രപഞ്ചം ഒരു ദിവസം തകരും. ഇദശംസു കുവ്വിറത്, സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ, അതിന്റെ പ്രഭ കെട്ടുപോകുമ്പോൾ, വഇദൻ നുജൂമുൻ കദറത്, താരകങ്ങൾ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, വഇദൽ ജിബാലു സുയ്യിറത്, പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടുമ്പോൾ, പറന്നു പോകുമ്പോൾ, വഇദൽ ബിഹാറു സുജ്ജിറത്, സമുദ്രങ്ങൾ കത്തിക്കപ്പെടുമ്പോൾ. ലോകാവസാനത്തിന്റെ ചെറിയ രൂപങ്ങളാണ് ഇദശംസു കുവ്വിറത്, ഇദസ്സമാഉൻ ഫതറത്, ഇദസ്സമാഉൻ ഷഖത്. ഈ സൂറത്തുകളിലൊക്കെ അല്ലാഹു തആല വിവരിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഈ ദിവസം? അല്ലാഹു ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല, അള്ളാഹുവിന് മാത്രമേ അറിയൂ. പക്ഷേ അതിന്റെ അടയാളങ്ങൾ അള്ളാഹു മുത്തുനബിക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അശ്റാത്തുകൾ, അലാമാത്തുകൾ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ബർസൻജി റഹ്മഹുല്ല തന്റെ അശ്റാത്തു സാഅ എന്ന കിതാബിൽ പറയുന്നുണ്ട്, ഖിയാമത്തിന്റെ അടയാളങ്ങൾ 3 തരം തിരിക്കപ്പെട്ടിട്ടുണ്ട്. ഖിസ്മുൻ ലഹറാ വൻഖലാ വഖിസ്മുൻ ലഹറാ വലം യൻഖലി വഖിസ്മുൻ ലം യൽഹർ. 3 രൂപത്തിലാണ് ഖിയാമത്തിന്റെ അടയാളങ്ങൾ. ഒന്ന് വെളിവായി കഴിഞ്ഞുപോയി, രണ്ടാമത്തത് വെളിവായി നടന്നുകൊണ്ടിരിക്കുന്നു, മൂന്നാമത്തത് വെളിവായിട്ടില്ല ഇതുവരെ, അത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വരാനിരിക്കുന്ന 10 അടയാളങ്ങളാണത്. ഇന്നത്തെ എന്റെ വിഷയം വരാനിരിക്കുന്ന വലിയ 10 അടയാളങ്ങൾ പറയലാണ്. നമുക്ക് ഓരോന്ന് എണ്ണി പറയാം. പറയട്ടെ? ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഇൻഷാ അല്ലാഹ് ഖുർആൻ ഹദീസ് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. പൊടിപ്പും തൊങ്ങലും വേണ്ട, ലഈഫ് വേണ്ട, ബലഹീനമായ ഒന്നും വേണ്ട. സിഹത്തുള്ള ആധികാരികതയുള്ളത് എടുത്താൽ പോരെ? ഇല്ല ഉസ്താദേ, മതി. അപ്പൊ നമുക്കൊരു കാഫിയായ ബയാൻ കിട്ടണം. അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ ദുആ ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. ലോകാവസാനം ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. അതിന്റെ അടയാളങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഹദീസുകൾ പഠിപ്പിച്ചു തരുന്നു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫഹൽ യൻളുറൂന ഇല്ല സാഅ, അവർ ഖിയാമത്തിനെ അല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് അവരുടെ അടുക്കലേക്ക് വരും. ബഗ്ത, വളരെ പെട്ടെന്നായിരിക്കും. ഫഖദ് ജാഅ അശ്റാതുഹാ, അതിന്റെ അടയാളങ്ങൾ പുലരാൻ തുടങ്ങി. വിശുദ്ധ ഖുർആൻ. ഫഹൽ യൻളുറൂന ഇല്ല സാഅത അൻ തഅതിയഹും ബഗ്ത, അല്ലാഹു പറഞ്ഞു പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. ബഗ്ത. അതിനു മുമ്പ് ഫഖദ് ജാഅ അശ്റാതുഹാ, അതിന്റെ അടയാളങ്ങൾ പുലരുകയായി. ഇപ്പോ ഇമാം ബർസൻജി റഹ്മഹുല്ല പറഞ്ഞു, ഖിയാമത്തിന്റെ കൊച്ചു അടയാളങ്ങൾ, അശ്റാത്തു സാഅത്തി സുഗ്റ, ചെറിയ അടയാളങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് പ്രധാനപ്പെട്ട 10 വലിയ അടയാളങ്ങളാണ്. ഇന്ന് ഈ വലിയ അടയാളങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം, കൂട്ടമായി ദുആ ചെയ്യാം. ഫഖദ് ജാഅ അശ്റാതുഹാ,
അതിന്റെ അടയാളങ്ങൾ ഇതാ വന്നിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ നോക്കൂ. ഖിയാമത്തിനെ പറ്റി, ലോകാവസാനത്തെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോഴൊക്കെ മാലിയായ പദം ചേർത്താ പറഞ്ഞത്. അതാ അംറുല്ലാ, അള്ളാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു. ലോകാവസാനം അടുത്തിരിക്കുന്നു. വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളരുകയും ചെയ്തു. പിളരും എന്നല്ല പറഞ്ഞത്, സംഭവിക്കുമെന്നല്ല പറഞ്ഞത്, സംഭവിച്ചു. ചന്ദ്രൻ പിളർന്നു. അതൊക്കെ ചെറിയ അടയാളം. വലിയ പ്രവാചകന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും അവിടുത്തെ നിയോഗവും ഒക്കെ കഴിഞ്ഞുപോയ അടയാളങ്ങളാ. അതിൽപ്പെട്ടതാണ് ഷഖുൽ ഖമർ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കുറെ അടയാളങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരിക്കൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്, അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഒരു ദിവസം നഹ്നു നതദാക്കർ ഇത്തലഅൻ നബിയ്യു അലൈനാ, മുത്തുനബി ഞങ്ങളിലേക്ക് കടന്നു വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വനഹ്നു നതദാക്കർ, ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറെ സഹാബത്ത് റളിയല്ലാഹു അൻഹും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളിലേക്ക് കടന്നു വന്നു. അവിടുന്ന് ചോദിച്ചു, മാ തദ്കുറൂൻ, നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ പറഞ്ഞു, നഹ്നു നദ്കുറു സഅത യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഖിയാമത്തിനെയാണ് ചർച്ച ചെയ്യുന്നത്, ലോകാവസാനത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂം, ലോകം അവസാനിക്കുകയില്ല, ഹത്താ തറൗ ഖബ്ലഹാ അശ്റ ആയാത്ത്, അതിനു മുമ്പ് 10 അടയാളങ്ങൾ നിങ്ങൾ കാണുന്നത് വരെ, 10 അടയാളങ്ങൾ ദർശിക്കുന്നത് വരെ ഖിയാമത്ത് സംഭവിക്കുന്നതല്ല. സാദിഖുൽ മസ്ദൂഖായ മൽഹറുൽ അതമായ സയ്യിദുനാ റസൂലുള്ളാഹി. ഏതാണ് ഈ 10 അടയാളങ്ങൾ? അവിടെ എണ്ണി പറഞ്ഞു. മുത്തുനബി എണ്ണുകയാണ്. ഫദക്കറദ്ദുഖാൻ, ഒന്നാമത്തേത് ഒരു പുക പുറപ്പെടലാണ്. വദ്ദജ്ജാൽ, രണ്ടാമത്തേത് ദജ്ജാൽ വരലാണ്. മൂന്നാമത്തേത് നുസൂലു ഈസാ ഇബ്നു മറിയമ, വാനലോകത്ത് നിന്ന് ഈസാ നബി ഇറങ്ങി വരലാണ്, യേശു വരലാണ്. നാലാമത്തേത് യഅജൂജ് വമഅജൂജ്, യഅജൂജും മഅജൂജും പുറപ്പെടലാണ്. അഞ്ചാമത്തേത് വദ്ദാബ്ബ, ദാബത്തുൽ അർള് എന്ന മൃഗം പുറപ്പെടലാണ്. ആറാമത്തേത് തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കലാണ്. 7ഉം 8ഉം 9ഉം സലാസത്ത് ഹുസൂഫ്, 3 ഭൂകമ്പങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം ഭൂമി പിളരുകയും ചെയ്യും. ഒന്ന് ഖസ്ഫുൻ ബിൽ ജസീറ വഖസ്ഫുൻ ബിൽ മഗ്രിബി വഖസ്ഫുൻ ബിൽ മശ്രിഖി, ഒന്ന് മിഡിൽ ഈസ്റ്റിൽ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ, മറ്റൊന്ന് കിഴക്കൻ നാടുകളിൽ, മറ്റൊന്ന് പടിഞ്ഞാറൻ നാടുകളിൽ. 3 ഭൂകമ്പവും അതോടൊപ്പം ഭൂമി പിളരലും ഉണ്ടാകും. 9 ഫതാമതദ് വആഖിറു ദാലിക നാറുൻ തഖറുജു മിനൽ യമൻ തത്റുദുഹും ഇലാ മഹ്ശരിഹിം. അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് പറയുകയാണ്, അവസാനത്തെ അടയാളം ഒരു തീ പുറപ്പെടലാണ്. യമനിൽ നിന്നാണ് അത് പുറപ്പെടുക. യമനിൽ നിന്നൊരു തീ പുറപ്പെടും. ആ തീ ജനങ്ങളെ മഹ്ശറിലേക്ക് നയിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 10 അടയാളങ്ങൾ പുലരാതെ ലോകം അവസാനിക്കുകയില്ല. ലോകാവസാനത്തിനു മുമ്പ് 10 അടയാളങ്ങൾ പുലരണം. 10 ദൃഷ്ടാന്തങ്ങൾ. അതിലൊന്ന് ഫദക്കറ ദുഖാൻ, ദുഖാൻ പുറപ്പെടല. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിൽ ഒരു സൂറയുടെ പേരാണ് സൂറത്തു ദുഖാൻ. മൻ ഖറഅ സൂറത്തു ദുഖാൻ, ആരെങ്കിലും ഒരു രാത്രി ദുഖാൻ സൂറ പാരായണം ചെയ്താൽ 70,000 മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നേരം വെളുക്കുന്നത് വരെ, പ്രഭാതം വരെ 70,000 മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി പൊറുക്കലിനെ തേടും. ഈ സൂറ ഒന്ന് ഓതിയാൽ ഒരു പേജ്, ഒരു കടലാസേ ഉള്ളൂ, 2 പേജുകൾ. വളരെ വേഗം അത് ഓതാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ദുഖാൻ സൂറത്തിന്റെ പേര് പുക എന്നാണ്. ദുഖാൻ എന്ന് പറഞ്ഞാൽ പുക.
ഈ സൂറത്തിന്റെ 10, 11, 12 ആയത്തുകളിൽ 3 ആയത്തുകളിൽ ഖിയാമത്തിന്റെ അടയാളമാണ് അല്ലാഹു പറയുന്നത്. ഫർതഖിബ് യൗമ തഅതി സ്സമാഉ ബിദുഖാനിൻ മുബീൻ യഗ്ശൻ നാസ് ഹാദാ അദാബുൻ അലീം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫർതഖിബ്, നീ പ്രതീക്ഷിച്ചോ, യൗമ തഅതി സ്സമാഉ, ആകാശം കൊണ്ടുവരുന്ന ദിവസം, ബിദുഖാനിൻ മുബീൻ, വ്യക്തമായ പുകപടലം. ആകാശം ഒരു ദിവസം പുക പുറപ്പെടുവിക്കും. യഗ്ശന്നാസ്, ജനങ്ങളെ മുഴുവനും ആ പുക മൂടും, ആവരണം ചെയ്യും. ഹാദാ അദാബുൻ അലീം, ഇത് വേദനാജനകമായ ശിക്ഷയാണ്. റബ്ബനക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. അന്ന് ജനങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഈ പണിഷ്മെന്റ് നീ ഒന്ന് നീക്കിത്തരണേ, ഞങ്ങളിതാ വിശ്വസിക്കുന്നു. റബ്ബനക്ഷിഫ്, ഞങ്ങളുടെ നാഥാ, നീ ഇത് മാറ്റിത്ത. അള്ളാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ അവിടെന്ന് പറഞ്ഞു ഈ പുകയെ പറ്റി, ഈ പുക പുറപ്പെട്ടു കഴിഞ്ഞാൽ 40 ദിവസം ഭൂഗോളം മുഴുവനും ഈ പുക കൊണ്ട് മൂടും. 40 ദിവസം. അന്ന് മുഅ്മിനീങ്ങൾക്ക് ഈ പുക കസ്സുകാം, ഒരു ചെറിയ ജലദോഷം പോലെ അനുഭവപ്പെടുമ്പോൾ അവിശ്വാസികൾക്കും കപടന്മാർക്കും ഇതൊരു ശരിക്കും പരീക്ഷണമാണ്. അവർക്കിതൊരു ഹാദാ അദാബുൻ അലീം. അല്ലാഹു കാക്കട്ടെ, അവർ ഈ 40 ദിവസവും അസ്വസ്ഥഭരിതരാകും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ശ്വാസം കിട്ടാത്ത മനുഷ്യന്റെ അവസ്ഥ. അവൻ എന്തുമാത്രം നെട്ടോട്ടോടും പരവേശം കാണിക്കും. അവൻ ഓക്സിജൻ അവന് വേണ്ടി എല്ലാം കൊണ്ടുവന്ന് വെക്കും, ഇല്ലേ? ഇതുപോലൊരവസ്ഥയായിരിക്കും. അവന് വിമ്മിഷ്ടമുണ്ടാകും, ശ്വാസവൈഷമ്യം, തടസ്സങ്ങളുണ്ടാകും. കാരണം ഭൂമി മുഴുവനും ഈ പുക കൊണ്ട് നിറയുമെന്നാണ്. യഗ്ശന്നാസ്, ജനങ്ങളെ ഇത് മൂടുവെന്നാണ്. നോക്കൂ, ഒരു സ്ഥലത്ത് സാമൂഹിക സംഘർഷം ഉണ്ടാകുമ്പോ നേരിട്ട് പോലീസ് വെടിവെക്കുകയല്ല, അതിനു മുമ്പ് കുറെ ആക്ടുകളുണ്ട്, അല്ലേ? എന്ത് ചെയ്യും പോലീസ്? ആദ്യം ലാത്തി അടിച്ച് വിരട്ടി ഓടിക്കും, എന്നിട്ടും പോകുന്നില്ലെങ്കിലോ ഷെല്ല് പൊട്ടിക്കും. എന്താ പറയാ അതിന്? ടിയർ ഗ്യാസ്, അല്ലേ? പിന്നെ എന്നിട്ടോ ജലപീരങ്കി. എവിടെയെങ്കിലും ഷെല്ല് പൊട്ടിച്ചാൽ അവിടെ മുഴുവനും പുകപടലമായിരിക്കും, ജനങ്ങൾ കണ്ണും പൊത്തി ഓടും. നമ്മുടെ വീട്ടിൽ അല്പം പുക പടർന്നാൽ നമ്മൾ വഴക്ക് പറയും സഹധർമ്മിണിയെ, ഓ പുക. സുഹൃത്തുക്കളെ, ഭൂമി മുഴുവനും പുക കൊണ്ട് മൂടും. പക്ഷേ അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ചെറിയൊരു പരീക്ഷണം, 40 ദിവസം ഒരു ജലദോഷം പോലെ മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. ഇതാണ് ഖിയാമത്തിന്റെ ഒന്നാമത്തെ അടയാളം. ഈ പുക പുറപ്പെടലാണ്. രണ്ടാമത്തെ അടയാളം മുത്തുനബി പറഞ്ഞു, അദ്ദജ്ജാൽ, ദജ്ജാലിന്റെ പുറപ്പാടാണ്. ആരാണ് ദജ്ജാൽ? നബി പറഞ്ഞു ദജ്ജാലിന് ഒറ്റ കണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ആളുകൾ പറഞ്ഞു ട്രെയിനാണെന്ന് പറഞ്ഞു. പിന്നെ ആരോ ഈയിടെ പറയുന്നിട്ടോ അമേരിക്കയാണ്, ജോർജ് ബുഷാണ് ദജ്ജാൽ പോലും. ദജ്ജാൽ ഒരു പ്രതിഭാസമാണ്. നുബുവത്തിന്റെ നാവുകൊണ്ട് വിശദീകരിച്ചത് നമുക്ക് പരിശോധിക്കാം. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ വരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാമിൻ നബിയിൻ ഇല്ലാ വഖദ് അൻദറ ഉമ്മതഹു അൽ അഅ്വറൽ കദ്ദാബ്. തൗഹീദിന്റെ പ്രബോധനത്തിന് നിയുക്തരായ എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമുദായങ്ങളോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അൽ അഅ്വറൽ കദ്ദാബ്, ഒറ്റക്കണ്ണനും കള്ളനുമായ ദജ്ജാലിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച്. ഒരു ഹദീസ്, ലോകത്ത് വന്ന മുഴുവൻ അംബിയാ മുർസലീങ്ങളും അവരവരുടെ പ്രബോധിത സമൂഹത്തിന് താക്കീത് കൊടുത്ത ഒരു വ്യക്തിയാണ് ദജ്ജാൽ. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅതി അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ.
ആദം നബിയുടെ സൃഷ്ടിപ്പ് മുതൽ ലോകാവസാനം വരെ നടക്കുന്ന വിഷയങ്ങളിൽ, സബ്ജക്റ്റുകളിൽ, കാര്യങ്ങളിൽ ഏറ്റവും മുഖ്യമായ വിഷയമാണ് ദജ്ജാൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലിയൊരു ഇഷ്യൂ ആണ് ദജ്ജാല്. ആദം നബിയുടെ സൃഷ്ടിപ്പ് മുതൽ ലോകാവസാനം വരെ നടക്കുന്ന സംഭവങ്ങളിലെ ഏറ്റവും മുഖ്യ വിഷയം, അംറുൻ അക്ബർ, അതാണ് ദജ്ജാൽ. ഈ ദജ്ജാല് പുറപ്പെട്ടിട്ടേ ലോകം അവസാനിക്കൂ. എന്തൊക്കെയാണ് ദജ്ജാലിന്റെ അടയാളങ്ങൾ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അലാ ഇന്നഹു അഅ്വർ, അവൻ കണ്ണുപൊട്ടനാണ്, ഒറ്റക്കണ്ണനാണ്. വ ഇന്ന റബ്ബക്കും ലൈസ ബിഅഅ്വറ, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല, കണ്ണുപൊട്ടനല്ല. അവന് ഒറ്റക്കണ്ണേയുള്ളൂ. ഇടത് ഭാഗത്ത് മാംസളമാണ്, മൂടിയിരിക്കുകയാ. ഒരു കണ്ണേ ഉള്ളൂ. മക്തൂബുൻ ബൈന ഐനൈ, അവന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ പ്രതീകമായി എഴുതപ്പെട്ടിട്ടുണ്ട് കാഫ് ഫാ റാ കഫറ, നിഷേധി എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. കഫറ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചാ മൂപ്പര് വരിക. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ദജ്ജാൽ അഅ്വറുൽ ഐനിൽ യുസ്റാ ജുഫാലു ശഅർ, ശരീരത്തിൽ മുടിയുള്ളവനാണ്, ഒറ്റക്കണ്ണനാണ്. മഅഹു ജന്നതുഹു വനാറുഹു, അവൻ ഒരു സ്വർഗവും നരകവും കൊണ്ടാണ് നടക്കുന്നത്. വനാറുഹു ജന്ന വജന്നതുഹു നാർ, അവന്റെ നരകം സ്വർഗമാണ്, അവന്റെ സ്വർഗം നരകവുമാണ്. അപ്പോൾ ഒരു സ്വർഗവും ഒരു നരകവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ എന്താണ്, നമ്മൾ എങ്ങനെയാണ് അതിനെ വിവരിക്കുക? നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്ന അറിവേ ഉള്ളൂ. അതിന്റെ രൂപവും അതിന്റെ ഭാവവും ഒക്കെ സഹീഹായ ഹദീസുകൾ. ഈ ഹദീസുകളൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവൻ എവിടെ പുറപ്പെടും, എന്താണ് അവന്റെ ലക്ഷ്യം, ആരാണ് ദജ്ജാലിനെ കൊല്ലുന്നത്, നിഗ്രഹിക്കുന്നത്, എല്ലാം ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വരുന്നുണ്ട്, യഅതിൽ മസീഹു മിൻ ഖിബലിൽ മശ്രിഖി, മസീഹു ദജ്ജാൽ വരും, കിഴക്ക് നിന്നാണ് വരിക. ഹിമ്മത്തുഹു അൽ മദീന, അവന്റെ ലക്ഷ്യം മദീന നഗരിയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗളയാണ് അവന്റെ ഉദ്ദേശം. അങ്ങനെ അവൻ മദീനത്തേക്ക് വരും. ഹത്താ യൻസില ദുബറ ഉഹദ്, ഉഹദ് മലയുടെ പിന്നിൽ അവൻ വന്നു നിൽക്കും. അവിടം വരെ അവന് പ്രവേശനമുള്ളൂ. സുമ്മ തസ്രിഫുൽ മലായികതു വജ്ഹഹു ഖിബല ശാം, അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് അവനെ ഉന്തിത്തള്ളി ഷാമിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകും. വഹുനാലിക യുഹ്ലകൂ, അവിടെ വച്ചാണ് കഥാന്ത്യം, അവന്റെ നാശം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു ഈ ഹദീസ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നഹു ഖാരിജുൻ ഖല്ല, അവൻ പുറപ്പെടുന്നത് ഖല്ല എന്ന സ്ഥലത്താണ്. ബൈന ശാമി വൽ ഇറാഖ്, ഇറാഖിന്റെയും ഇന്നത്തെ ഇറാഖിന്റെയും സിറിയയുടെയും ഇടയിൽ ഖല്ല എന്ന സ്ഥലത്ത് വെച്ചാണ് അവൻ പുറപ്പെടുക. അവൻ അവിടെയാണ് പുറപ്പെടുക. എത്ര ദിവസം ഭൂമിയിലുണ്ടാകും? 40 ദിവസം ഭൂമിയിലുണ്ടാകും. ആദ്യത്തെ ഒരു ദിവസം അതിന്റെ ദൈർഘ്യം പ്രശ്ന സങ്കീർണമായിരിക്കും. മുത്തുനബി പറഞ്ഞു, കസനത്തിൻ, ഒരു കൊല്ലത്തെ ദൈർഘ്യം. രണ്ടാമത്തെ ദിവസം കശഹരിൻ, ഒരു മാസം പോലെ. മൂന്നാമത്തെ ദിവസം കജുമുഅത്തിൻ വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും, അവൻ പുറപ്പെട്ടു. ഒന്നാമത്തെ ദിവസം ഒരു കൊല്ലം പോലെയും, രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെയും, മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെയും, മറ്റു ദിവസങ്ങൾ നിങ്ങളുടെ ദിവസം പോലെയും കണക്കാക്കപ്പെടും. ആദ്യത്തെ ദിവസം തന്നെ അവൻ കൊലയും കൊള്ളിവെപ്പും ഒക്കെ നടത്തും. അവൻ ബഹറിൽ ഇറങ്ങി മത്സ്യത്തെ പിടിക്കും. അവൻ ആകാശത്തോട് പറയുമ്പോൾ മഴ പെയ്യും, മരണപ്പെട്ടവരെ ജീവിപ്പിക്കും. നമ്മുടെ മുന്നിൽ വന്നിട്ട് പെരിയത്താനെ കാണണോ എന്ന് ചോദിക്കും, വല്യമാനെ കാണണോ എന്ന് ചോദിക്കും. ആളുകളൊന്ന് വല്യമാനെ കണ്ടേക്കാം, ഉടനെ ആ പിടിച്ചം കാണിക്കുക, അവിശ്വസിക്കും. അത്ഭുതങ്ങൾ കുറെ കാണിക്കും. ഇന്നിപ്പോ അത്ഭുതം കാണിക്കുന്നവനൊക്കെ ദൈവങ്ങളാ, ആൾ ദൈവങ്ങളാ. എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചാൽ മതി, ആളുകൾ അദ്ദേഹത്തെ ദൈവമാക്കും. അപ്പോ ദജ്ജാൽ ഒരു ചെറിയ ഒരു ആൾ രൂപമായി, ആൾ ദൈവമായി, ആയിരക്കണക്കിന് അനുയായികൾ ജൂതന്മാരൊക്കെ പുറകെ കൂടുവന്ന
ഇത് സംബന്ധമായി ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ മുഖ്തസറായി നിങ്ങളോട് പറയുകയാണ്. കുറേ ആളുകൾ മൂപ്പര കൂട്ടത്തിൽ കൂടും, അവിശ്വാസികളെ വാളുകൊണ്ട് പിളർത്തും, അത്ഭുതങ്ങളെല്ലാം കാണിച്ചവൻ മുന്നേറും. പരിശുദ്ധമായ മദീനയും മക്കയും ഒരു റിവായത്തിൽ ബൈത്തുൽ മുഖദ്ദസും 3 സ്ഥലങ്ങളിൽ അവന് കയറാൻ സാധിക്കുകയില്ലെന്ന് പറയപ്പെടുന്നു. അങ്ങനെ സഹോദരങ്ങളെ, അവൻ പുറപ്പെട്ട് അവന്റെ പ്രശ്നം സങ്കീർണമായ ദിവസങ്ങൾ 1, 2, 3 ദിവസം കഴിഞ്ഞ് അതാ അവൻ ഭൂമിയിലൂടെ ആളുകളെ മതപരിത്യാഗികളാക്കി മുന്നേറുമ്പോൾ, ജൂതന്മാരും മറ്റുള്ളവരും അവന്റെ കൂട്ടത്തിൽ അനുയായികളായി കൂടുമ്പോൾ, അങ്ങനെ ദജ്ജാൽ ഭൂമിയിൽ ഒരു പ്രശ്നമായി മുന്നേറുമ്പോൾ അതാ 3ാമത്തെ ദൃഷ്ടാന്തം വരികയാണ്. നുസൂലു ഈസാ ഇബ്നു മറിയമ. മുത്തുനബി പറഞ്ഞു, വാനലോകത്തുള്ള ഈസാ നബി ഇറങ്ങി വരും. ഈസാ നബിയുടെ ദൗത്യം ദജ്ജാലിന്റെ വധമാണ്. ഈസാ നബി ഭൂമിയിൽ ഇറങ്ങിയാൽ ആദ്യം ചെയ്യുന്നത് ദജ്ജാലിനെ നിഗ്രഹിക്കലാണ്. ഈസാ നബിയെ പറ്റി അല്പം പറയാം. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഇന്ന് വാനലോകത്ത് ജീവിച്ചിരിക്കുകയാണ്. വത്തസഫ ബിത്തിസാഫിൽ മലായിക. മാലാകമാരുടെ പ്രകൃതത്തിലാണ് മലക്കുകൾ. ഭക്ഷണമില്ല, പാനീയമില്ല, ലൈംഗിക ഭോഗ തൃഷ്ണങ്ങളില്ല, തസ്ബീഹാണ് ഭക്ഷണം. വാനലോകത്ത് മലക്കുകളോടൊപ്പം ഇബാദത്തിൽ കഴിയുകയാണ് മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സുഖ്റുഫ് 61-ാമത്തെ ആയത്ത്. وَإِنَّهُ لَعِلْمٌ لِلسَّاعَةِ فَلَا تَمْتَرُنَّ بِهَا وَاتَّبِعُونِ هَذَا صِرَاطٌ مُسْتَقِيمٌ. وَإِنَّهُ ലമീർ മടങ്ങുന്നത് ഈസാ നബിയിലേക്കാണ്. ഈസാ അലൈഹിസ്സലാം ലഇൽമുൽ ലിസ്സാഅ, ഖിയാമത്തിന്റെ അടയാളമാണ്. ഫലാ തംതറുന്ന ബിഹാ, ലോകാവസാനത്തെ പറ്റി നീ സംശയിക്കരുത്. അല്ലാഹു പറയുകയാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിന്റെ അടയാളമാണ് ഈസാ നബി. ഈസാ നബിയുടെ ചരിത്രമാണ് ആ 2-3 ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്. നോക്കൂ, പരിശുദ്ധ ഖുർആൻ അവസാനത്തെ ദൈവിക സന്ദേശമാണ്. 4-ാം വേദം എന്ന് പറയും. ഖുർആൻ ലോകത്തുള്ള ചില വിശ്വാസങ്ങളെ തിരുത്തുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനോളം ഈസാ നബിയെയും മാതാവ് മറിയമിനെയും ഇത്രമാത്രം ആദരിക്കപ്പെട്ടതുപോലെ ഖുർആൻ അല്ലാതെ മറ്റൊരു ഗ്രന്ഥമില്ല. വൽ മസീഹു ഇബ്നു മറിയമ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ വ ഉമ്മുഹു സിദ്ദീഖ. ഈസാ ഇബ്നു മറിയം, അല്ലാഹു പറഞ്ഞു, ഇല്ലാ റസൂൽ, ഒരു മെസ്സഞ്ചറാണ് ഈസാ നബി, ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനുമല്ല. നേരെ മറിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമൽ മസീഹു ഈസാ ഇബ്നു മറിയമ റസൂലുള്ളാഹി വ കലിമതു അൽഖാഹാ ഇലാ മറിയമ വ റൂഹും മിൻ. മറിയമിന്റെ പുത്രൻ മസീഹ് ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ വചനമാണ്, അല്ലാഹുവിൽ നിന്നുള്ള റൂഹാണ്. അൽഖാഹാ ഇലാ മറിയമ, ആ വചനത്തെ മറിയമിലേക്ക് അല്ലാഹു ഇട്ടു. എത്ര ബഹുമാനത്തോടെയാണ് ഖുർആൻ പറഞ്ഞത്. ജൂതന്മാർ ഈസാ നബിയെ പറ്റി ജാരപുത്രൻ എന്ന് പറഞ്ഞപ്പോ, ഹസ്രത്ത് മറിയമിൽ കുറ്റങ്ങൾ ആരോപിച്ചപ്പോ, അതൊക്കെ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. യാ മറിയമു, ഏ മറിയമേ എന്ന് വിളിച്ച് ജൂതന്മാർ ശകാരിക്കുന്നതെല്ലാം സൂറത്ത് മറിയമിൽ അല്ലാഹു പറയുന്നുണ്ട്. മറിയം കുറ്റം ചെയ്തു, തെറ്റ് ചെയ്തു. യേശു മറിയമിലുണ്ടായ ജാരസന്താനമാണെന്ന് വരെ പ്രചരിപ്പിച്ചപ്പോ പരിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞു? ഖാല ഇന്നി അബ്ദുല്ലാഹ്. തൊട്ടിലിൽ കിടന്നുകൊണ്ട് നവജാത ശിശുവായ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ജാരസന്താനമല്ല, അള്ളാഹുവിന്റെ ദാസനാണ്. അവൻ എന്നെ നബിയാക്കിയിരിക്കുന്നു, അവൻ എനിക്ക് വേദം തന്നിരിക്കുന്നു. എല്ലാം ഖുർആൻ കണ്ണിച്ചു. നോക്കൂ, ക്രിസ്ത്യാനികളുടെ വിശ്വാസം, ക്രൈസ്തവ സഹോദരങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ്? യേശുവിനെ ക്രൂശിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നാ, അല്ലേ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, അതിനെ ഖണ്ഡിക്കുകയാണ്. ഖുർആൻ പറയുന്നു, യേശുവിനെ ജൂതന്മാർ വധിച്ചിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ജൂതന്മാർ ഈസാ നബിയെ കൊന്നിട്ടില്ല,
ക്രൂശിച്ചിട്ടുമില്ല, അവർക്ക് സാദൃശ്യമാക്കപ്പെടുകയാണ് ചെയ്തത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വമാ ഖതലൂഹു യഖീനാ, ജൂതന്മാർ ഉറപ്പായിട്ടും ഈസാ നബിയെ കൊന്നിട്ടില്ല. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹു അവനിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. സൂറത്ത് മാഇദ, സൂറത്ത് നിസാ എല്ലാം ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങോട്ട് കടന്നു പോകാൻ സമയമില്ല. ഈസാ നബിയെ പറ്റി ഒരു ചെറിയ ചിത്രം ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് തരികയാണ്. ഈസാ നബി, ഇത്രയും പറഞ്ഞതിൽ നിന്ന് ചുരുക്കി പറയാം, ഈസാ നബിയെ ജൂതന്മാർ വധിക്കാൻ തീരുമാനിക്കുന്നു. ഈസാ നബിയുടെ 12 ശിഷ്യന്മാർ, ഹവാരിയുകൾ, അതിലൊരാൾ നാഫഖ, കാപട്യത്തിലേക്ക് മാറി ഒറ്റിക്കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തെയാണ് ക്രൂശിച്ചത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഈസാ നബിയുടെ ഷിബ്ഹ് രൂപസാദൃശ്യം ഇട്ടുകൊടുത്തു. അള്ളാഹു ഈസാ നബിയെ വാനലോകത്തേക്ക് ഉയർത്തി, കൊല്ലാതെ ക്രൂശിക്കാതെ ഉയർത്തി. ഖുർആൻ വ്യക്ത നസ്സാണിത്. വമാ ഖതലൂഹു വമാ സ്വലബൂഹു, ജൂതന്മാർ ഈസാ നബിയെ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല, അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, ഈസാ നബി ഇപ്പോ വാനലോകത്ത് ജീവിച്ചിരിക്കുകയാ. ഈസാ നബി അലൈഹിസ്സലാം അവസാന കാലത്ത് വരും. അത് ഖിയാമത്തിന്റെ 10 അടയാളങ്ങളിൽ മുഖ്യമായ അടയാളമാണ്. വന്നാൽ, ഭൂമിയിൽ ഇറങ്ങിയാൽ ഉടൻ ദജ്ജാലിനെ കൊല്ലും. ആദ്യത്തെ ആക്ഷൻ ദജ്ജാലിനെ നിഗ്രഹിക്കല. നമുക്ക് നോക്കൂ, ഇത് സംബന്ധമായി വന്ന ഹദീസുകൾ പരിശോധിക്കാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വരുന്നുണ്ട്, യൂഷിക്കു അയ്യൻസില ഫീകും ഈസാ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാം നിങ്ങളിലേക്ക് വരാനടുത്തു. ഹകമൻ അദ്ലാ, ഭരണാധികാരിയായി, നീതിമാനായ. യക്സിറു സലീബ്, കുരിശുകൾ തകർക്കും. വയഖ്തുലുൽ ഖിൻസീർ, പന്നികളെ കൊല്ലും. വയളഉൽ ജിസിയ, ടാക്സ് എടുത്തു കളയും. ഇതൊക്കെ ബുഖാരി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തതാ. യേശു വരുമ്പോൾ ഉണ്ടാകുന്ന പരിഷ്കരണങ്ങളാണ് ഇതൊക്കെ. നോക്കൂ, ഇതൊക്കെ പറയുമ്പോ മതസൗഹാർദ്ദം ഉണ്ടാവോ, മാനസൗഹാർദ്ദം ഉണ്ടാവോ? ഇല്ലേ? മാനവ സൗഹാർദ്ദം വേണം വേണ്ടത്. മതസൗഹാർദ്ദം എന്ന് പറയുമ്പോ ഇതൊന്നും പറയാൻ പാടില്ലല്ലോ, അല്ലേ? 4-ാം വേദമല്ലേ? എല്ലാ മൗഢ്യങ്ങളും എല്ലാ ധാരണകളും തിരുത്തിക്കൊണ്ട് 4-ാം വേദം, ഖുർആനിന്റെ ഏറ്റവും വലിയ അമാനുഷികതയാണിത്. മറ്റുള്ളവർക്കൊത്തല്ല ഖുർആൻ എല്ലാ വികല ചരിത്രങ്ങളും അതാ തിരുത്തി ലോകത്തിന്റെ മുമ്പിൽ സുരക്ഷിതമായ ചരിത്രമാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഈസാ നബിയുടെ വരവിനെ പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യൻസിലു, ഈസാ നബി ഇറങ്ങും. ഇന്ദൽ മനാറത്തിൽ ബൈളാ, വെളുത്ത മുനാരത്തിൽ, ശർഖി ദിമഷ്ക, ഡമാസ്കസ് പട്ടണത്തിലെ കിഴക്ക് ഭാഗത്തുള്ള മസ്ജിദിലെ വെളുത്ത മുനാരത്തിൽ ലാൻഡ് ചെയ്യും. വാലിഅൻ കഫൈ അലാ അജ്നിഹത്തി മലക്കൈൻ, 2 മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങി വരും. 2 മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട്. ബൈന മഹ്സൂദത്തൈൻ, കുങ്കുമവർണ്ണ വസ്ത്രം, 2 ലോഹ ധരിച്ചുകൊണ്ട്. മഞ്ഞ വസ്ത്രമെന്നും അല്ല, സഅഫറാൻ കുങ്കുമം കലർന്ന വസ്ത്രമെന്നും. 2 കുങ്കുമവർണ്ണ വസ്ത്രം ധരിച്ചുകൊണ്ട്, മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അതാ ആകാശത്ത് നിന്ന് ഈസാ നബി ഇറങ്ങി വരും. വരുന്ന രൂപം മുത്തുനബി പറയുകയാണ്, ഇദാ ത്വഅ്താ, അവിടുന്ന് ശിരസ് കുനിക്കുമ്പോൾ താടി തലമുടിയിൽ നിന്നും തുഷാര ബിന്ദുക്കൾ ഇറ്റിറ്റു വീഴും. മഞ്ഞിന്റെ കണികകൾ ഇറ്റു വീഴുന്ന, ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി വരുന്നത് പോലെ യഖ്തുറു, ഇറ്റിറ്റു വീണ് അതാ കാർമേഘം ആകാശത്ത് നിന്ന് മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് സിറിയയിലാണ് ഇറങ്ങുക. അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ ഡമാസ്കസിൽ ഒരു പള്ളിയില്ല. ഇന്ന് പള്ളി റെഡിയാണ്, മസ്ജിദ് റെഡിയാണ്. ആ മസ്ജിദിന്റെ മുനാരത്തിൽ ഇറങ്ങി വരും. ഇന്നൊരു പള്ളി അവിടെ റെഡിയാണ്. ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ സംസാരത്തിൽ നിന്ന് ഞാനിത് കേട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളുടെ മുഅ്ജിസത്താണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈസാ അലൈഹിസ്സലാം ആ മസ്ജിദിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹദീസിൽ വരുന്നുണ്ട്, ഫയത്ലുബുഹു, ദജ്ജാലിനെ അന്വേഷിക്കും. ഫയഖ്തുലുഹു ബിബാബിലുദ്, മുത്തുനബി പറയുകയാണ്, ബാബുലുദ് എന്ന സ്ഥലത്ത് വെച്ച് ദജ്ജാലിനെ കൊല്ലും, ചാട്ടുളി എറിഞ്ഞുകൊണ്ട്.
ഒരു വലിയ ആക്രോശത്തോടുകൂടി ഈസാ നബിയെ കാണുമ്പോൾ തന്നെ യദൂബു കമാ യദൂബുൽ മിൽഹു എന്നൊക്കെ ഹദീസിലുണ്ട്. ഉപ്പുരുകും പോലെ ഇവൻ ഉരുങ്ങും. ചാട്ടുളി പ്രയോഗത്തിലൂടെ ഒരു വലിയ ആക്രോശത്തോടുകൂടി ഇവൻ മറിഞ്ഞു വീഴും. ബാബുലുദ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ആ സ്ഥലത്തിന് പേര് പറഞ്ഞെങ്കിൽ ഇന്ന് ഇസ്രായേലിന്റെ എയർപോർട്ടാണ് ബാബുലുദ്. ബാബുലുഡ് എയർപോർട്ട്. അവരവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു ലുഡ് എന്ന്, LUDD. മുത്തുനബി പറഞ്ഞു ബാബുലുദ് എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ എയർപോർട്ടാണ്. മിക്കവാറും വിമാനത്തിൽ വന്ന് ഇറങ്ങുമ്പോഴായിരിക്കും അല്ലേ ഈസാ നബി തട്ടുന്നത്. എവിടെന്നെങ്കിലും ഒരു വിസയൊക്കെ സംഘടിപ്പിച്ച് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴായിരിക്കും. ഫയഖ്തുലുഹു ബിബാബിലുദ്. അതേ പേരിൽ ഇന്ന് അവിടെ ഒരു എയർപോർട്ട് പൊങ്ങിയിരിക്കുന്നു. നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പ്രത്യേകതകൾ. അങ്ങനെ ദജ്ജാലിനെ വധിച്ചു കഴിഞ്ഞാൽ ഈസാ അലൈഹിസ്സലാം, ഹദീസിൽ വരുന്നുണ്ട്, റിവായത്തുകൾ വ്യത്യസ്തമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, 7 വർഷമെന്നും ഫയംകുസു 45 സന, 45 വർഷമെന്നുമൊക്കെ റിവായത്തിലുണ്ട്. ഈസാ നബി ഭൂമിയിൽ അതാ നല്ലൊരു ഭരണാധികാരിയായി ശരീഅത്ത് മുഹമ്മദിയ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് അനുസരിച്ച്, ഇസ്ലാമിന്റെ വ്യവസ്ഥിതി അനുസരിച്ച് റൂൾ നൽകും. അങ്ങനെ ഭരണാധികാരം നടത്തും. സഹോദരങ്ങളെ, മുത്തുനബി പറയുകയാണ് ഫയതസവ്വജു മിൻ അഹ്ലി ബൈതി ഫയുലദു ലഹു. എന്റെ കുടുംബത്തിൽ നിന്ന് ഈസാ നബി വിവാഹം ചെയ്യും, സന്താനങ്ങൾ ഉണ്ടാകും. സുമ്മയമൂത്, പിന്നീട് ഈസാ നബി വഫാത്താകും. ഫയംകുസു ഫയുദ്ഫനു മഈ, എന്റെ റൗളയിൽ സംസ്കരിക്കപ്പെടും. എന്റെ റൗളയിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ അതാ മറവ് ചെയ്യും. അങ്ങനെ ഫഅഖൂമു അന വഈസാ ബൈന അബീ ബക്കർ വ ഉമർ. നാളെ സൂറന്ന കാഹളം അതാ ഖിയാമത്ത് നാളിൽ ആദ്യമായി ഖബറിൽ എന്റെ ഖബറാണ് പൊട്ടിപ്പിളരുക. ഞാനാണ് ആദ്യം എഴുന്നേൽക്കുക. എന്റെ കൈ പിടിച്ചുകൊണ്ട് ഈസാ നബിയും എഴുന്നേൽക്കും. ഞങ്ങൾ ഇരുവരും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായുടെ ഇടയിൽ നിന്നായിരിക്കും എഴുന്നേൽക്കുക എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. റവാഹു ഇബ്നുൽ ജൗസി. ഈ ഹദീസ് മിഷ്കാത്തിലും കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ചിത്രങ്ങളും രൂപങ്ങളും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വരച്ചു കാണിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈസാ അലൈഹിസ്സലാം ഭൂമിയിൽ സൽഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോ അന്നത്തെ ഭരണത്തെ പറ്റി ഹദീസിൽ കാണുന്നുണ്ട്. അന്ന് കൊച്ചു കുട്ടികളോടൊപ്പം ചെന്നായ്ക്കൾ കളിക്കും പോലും, വിഷമുള്ള ജീവികൾ അന്ന് കൊച്ചു മക്കളോടൊത്ത് കളിക്കും പോലും. അല്ലാഹു തആല അത്രമാത്രം സൗഹാർദ്ദമായിരിക്കും അന്ന്, സുഭിക്ഷമായിരിക്കുമെന്ന്. കായ് കനികളും ഫ്രൂട്ട്സുകളും ഭൂമി അതിന്റെ എല്ലാ ബർക്കത്തും ഉൽപ്പാദിപ്പിക്കുന്ന സമയം. അങ്ങനെ സന്തോഷകരമായി നീതിപൂർവമായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു ഈസാ നബിയോട് പറയും, ഈസാ, എന്റെ മറ്റൊരു പരീക്ഷണം വരികയാണ്, ദൃഷ്ടാന്തം വരികയാണ്. അവിടുന്ന് തൂർസീന പർവ്വതത്തിൽ അഭയം തേടണം. അവിടുന്ന് വിശ്വാസികളോടൊപ്പം പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടണം. അങ്ങനെ ഈസാ നബിയും അനുയായികളും അതാ തൂർസീന പർവ്വതത്തിലേക്ക് ചൊല്ലുന്നു. അതാ മറ്റൊരു പരീക്ഷണം വരികയാണ്. മുത്തുനബി പറഞ്ഞു, യഅജൂജ് വമഅജൂജ്, യഅജൂജും മഅജൂജും പുറപ്പെടുകയാ. ഈസാ നബിക്ക് നേരിടാൻ അള്ളാഹു പറയുകയാണ്, നേരിടാൻ കഴിയില്ല, പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല. അവരുടനെ പുറപ്പെടുകയാണ്. അവിടുന്ന് തൂർസീന പർവ്വതത്തിലേക്ക് അഭയം തേടണം. അങ്ങനെ തൂർസീന പർവ്വതത്തിൽ അള്ളാഹു സത്യം ചെയ്ത പർവ്വതമാണത്. അള്ളാഹു സത്യം ചെയ്ത പർവ്വതമാണ്, അനുഗ്രഹീതമായ പർവ്വതം. ആ പർവ്വതത്തിൽ ചെന്ന് ഈസാ നബിയും അനുയായികളും അള്ളാഹുവിലേക്ക് ലയിച്ച് മുറിഞ്ഞു വീഴുമ്പോൾ അതായ യഅജൂജ് വമഅജൂജ് പുറപ്പെടുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാ അല്ലാഹു പറയുന്നു, ഹത്താ ഇദാ ഫുതിഹത് യഅജൂജ് വമഅജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. അങ്ങനെ യഅജൂജും മഅജൂജും തുറന്നുവിടപ്പെട്ടാൽ വഹും മിൻ കുല്ലി ഹദബിൻ, എല്ലാം കുന്നിന്റെ മുകളിലൂടെയും യൻസിലൂൻ, അവർ ഭൂമിയിലേക്ക് ആർത്ത് അലച്ച് ഒഴുകി വരുന്നതാണ്. യഅജൂജ് വമഅജൂജ് അവര് 2 ഗോത്രങ്ങളാണ്, 2 ഖബീല. ആരാണവർ? ഖാല അഹ്ലു താരീഖ്, ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു, ഔലാദു നൂഹിൻ സലാസ, നൂഹ് നബിക്ക് 3 മക്കള്.
സാമ് ഹാമ് യാഫിസ്, സാമും ഹാമും യാഫിസും. അതിൽ മൂന്നാമത്തെ പുത്രൻ യാഫിസ് എന്ന് പറയുന്ന ആളുടെ മക്കളാണ്. വയാഫിസു അബുത്തുർക്കി വയജൂജ് വമഅജൂജ്. യജൂജിന്റെയും മഅജൂജിന്റെയും തുർക്കികളുടെയും ഉപ്പയാണ് യാഫിസ്. അപ്പോ നൂഹ് നബിയുടെ പുത്രൻ, ആ പുത്രന്റെ മക്കൾ മനുഷ്യ പരമ്പര തന്നെയാ. പക്ഷെ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവര് 3 വിഭാഗമാ. ഒന്ന് കസീർ, ഒന്ന് തവീൽ, പൊക്കം കുറഞ്ഞവർ, പൊക്കം കൂടിയവർ 120 മുഴമാണെന്ന് പറയപ്പെടുന്നു. പിന്നെ ഒരു ചെവി കൊണ്ട് വിരിച്ചു ഒരു ചെവി കൊണ്ട് ഉറങ്ങും എന്നൊക്കെ പറയപ്പെടുന്നു. അതിന്റെ സിഹത്തിലേക്ക്, ആധികാരികതയിലേക്ക് ഞാൻ കടക്കുന്നില്ല. കിതാബുകളിലൊക്കെ അത് കാണുന്നുണ്ട്. നിങ്ങൾ അതെല്ലാം ഒന്ന് എടുത്ത് പ്രിപ്പയർ ചെയ്യുക, നോക്കുക. 3 വിഭാഗമാണ്. വലിയ ശക്തന്മാരാണ്, മാത്രവുമല്ല ഷിറാറുന്നാസാണ്, ഭയങ്കര അക്രമവാസനയുള്ളവരാണ്. അവരുടെ ശൈലി തന്നെ അക്രമമാണ്. യജൂജ് വമഅജൂജ്, ഗോഗ് ആൻഡ് മഗോഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ബൈബിളിലും ഇവരെ പറ്റി പറയുന്നുണ്ട്, യഹസ്കേൽ പുസ്തകത്തിലുണ്ട്. ഈ യജൂജ് വമഅജൂജ് ഇപ്പോഴെവിടെയാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവർ വലിയ ഒരു തടയണയുടെ അകത്താണ്, അണക്കെട്ടിനകത്താണ്, വലിയൊരു മതിലിനകത്താണ്. ആ മതിൽ തകരും. ആ മതിൽ തകർത്തുകൊണ്ട് അവർ ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും ആർത്തലച്ചു വരും. അവർ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പുത്രന്മാർ, പുത്രകളത്രാദികൾ, ഇങ്ങനെ ഒരു യജൂജ് വമഅജൂജ് 1000-ഓളം മക്കളെ കാണുമെന്നാ. അത്രമാത്രം യൂലത് പെരുകുമെന്ന് ഹദീസുകളിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യജൂജ് വമഅജൂജ് ഇപ്പോൾ കഴിയുന്നത് ദുൽഖർനൈനി രാജാവ് പണിത തടയറക്കകത്താണ്, വലിയ ഡാമിനകത്താണ്, അണക്കെട്ടിനകത്താണ്. ദുൽഖർനൈൻ. ഇനി അല്പം ശ്രദ്ധിച്ചിരിക്കണം സഹോദരങ്ങളെ. എവിടെയാ യജൂജ് മഅജൂജ് ഉള്ളത്? അവർ മനുഷ്യരാണ്. പക്ഷെ അല്പം വികൃതിയും കുസൃതിയുമുള്ള, അക്രമവാസനയുള്ളവരാണ്. നൂഹ് നബിയുടെ പുത്രന്റെ മക്കളാണ്. ഇതൊക്കെ ചരിത്രമാണ്. യജൂജ് വമഅജൂജ് അവരെ ഒരു വലിയ തടയണക്കകത്ത് തളച്ചിട്ടിരിക്കുകയാണ്. ആ ഡാം, ആ അണക്കെട്ട് പണിതത് ദുൽഖർനൈനിയാണെന്ന് ഖുർആൻ സൂറത്തുൽ കഹഫ്. എല്ലാ വെള്ളിയാഴ്ച രാവോ പകലോ ഓതൽ സുന്നത്താണ്, പുണ്യമാണ് സൂറത്തുൽ കഹഫ്. എല്ലാ ആഴ്ചയും സൂറത്തുൽ കഹഫ് ഓതിയാൽ മുത്തുനബി പറഞ്ഞു, നാളെ മഹ്ശറയിലേക്ക് പോകുമ്പോ ഒരു എമർജൻസി ലൈറ്റ് അവന്റെ കാൽക്കീഴിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് സതഅലഹു നൂറുൻ. കണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹഫ് ഓതാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഓതിയാൽ കാലിന്റെ കീഴിൽ നിന്നൊരു പ്രകാശധാര. നാളെ മഹ്ശറയിലേക്ക് പോകുമ്പോ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, ഇരുട്ടത്താണ് പോകുന്നത്. ഈ വെളിച്ചം കണ്ടു പോകാം. ഇൻഷാല്ലാ ഓതൂലേ സൂറത്തുൽ കഹഫ്? എവിടെ ഓതാ? ജുവായ്ക്ക് വള്ളി വരുമ്പോ അവിടെ ഇരുന്ന് 10-20 പറയും, ഇവിടെ ഇന്ന് ഏശറി പറയും, അവിടെ ഇന്ന് പാര. ഇന്നലെ പാര ഇല്ലെന്നാ പറഞ്ഞത് ഇവിടെ, അല്ലേ? ഇവിടെ പാര ഇല്ലല്ലോ. നല്ല നാടാ കേട്ടോ. എന്റെ പൊന്നു മോമിനികളെ, നേരത്തെ വന്ന് ഒതോ എടുത്ത് എത്തിക്കാഫിന്റെ നിയത്തിലിരുന്ന് സൂറത്തുൽ കഹഫ് ഓത്. ഇൻഷാ അല്ലാഹ് ഖബറിന്ന് എണ്ണിക്കുമ്പോ, ഇവിടത്തെ മഖ്ബറ എവിടെയാ? ഇവിടെ 2 ജമാഅത്തിന് 2 മഖ്ബറയാണോ 1 മഖ്ബറയാണോ? ഒറ്റ മഖ്ബറ. ആ ഖബറിന്ന് എണ്ണിക്കുമ്പോ ഒരു വെളിച്ചം വേണ്ടേ? എമർജൻസി വേണ്ടേ? വേണോ വേണ്ടേ? വേണം. അല്ലാഹു തആല ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു ഖബറിൽ നിന്ന് 100 കണക്കിന് ആളുകളാണ് എഴുന്നേൽക്കുക, അല്ലേ? ഇൻഷാ അല്ലാഹ് ഓരോരുത്തർക്കും ഓരോ എമർജൻസി. അതാണ് സൂറത്തുൽ കഹഫ്. അല്ലാഹു ഓതാൻ തൗഫീക്ക് ചെയ്യട്ടെ.